ശ്രീ യുവരാജ് ഗോകുൽ, ഇത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നില നമുക്കൊന്ന് നോക്കിപ്പോകണം. നോക്കൂ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇത്തരത്തിൽ വളരെ അതിനിശിതമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയാണ്. AAPയെ അവർ രാജ്യവിരുദ്ധരാണ്, കേജ്രിവാൾ രാജ്യവിരുദ്ധനാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞതിനെ അങ്ങേയറ്റം എതിർക്കുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ചെയ്തത്. മറ്റൊന്ന്, AAP പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഈ കോൺഗ്രസിനെ പുറത്താക്കണമെന്ന AAPയുടെ ആവശ്യവും നിലനിൽക്കുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. കോൺഗ്രസ് AAPയുമായി ഒരു സഖ്യത്തിലും ഏർപ്പെട്ടിട്ടില്ല. എന്താവും ഇനി കോൺഗ്രസിന്റെ അങ്ങോട്ടുള്ള പോക്ക്? കാരണം രാഹുലിന്റെ ഈ നേതൃസ്ഥാനത്തെ ചൊല്ലി വലിയ കലഹം ഈ മുന്നണിയിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ ഭാവി എന്താകും ഇങ്ങനെ പോയാൽ? അല്ല, കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ശ്രീ സേനാപതി വേണു ചിലപ്പോൾ ചിന്തിക്കും, നിങ്ങളാരാ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ ഭാവി ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഉള്ള തലത്തിലാകും അവർ ചിന്തിക്കുക. പക്ഷേ നമുക്കൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പറയാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് പറയുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള അപൂർവം രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലവിലുള്ള റിലവൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, പാൻ ഇന്ത്യ പ്രസൻസ് ആണ്. പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവർ കാലങ്ങളായി അധികാരത്തിൽ വരാത്ത സ്ഥലങ്ങളിൽ പോലും 10, 25, 30% വോട്ട് ഷെയർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു മുന്നണിയിൽ മുന്നിൽ നിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ബോയ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ബോയ് പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനൊരു പ്രസക്തിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു പ്രസക്തിയും കോൺഗ്രസ്സിന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 4 സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നത്. അതിനകത്ത് ഹരിയാനയിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് ഫൈറ്റ് നടന്നത്. അവിടെ കോൺഗ്രസ് തോറ്റു. മഹാരാഷ്ട്രയിലും പ്രധാനമായിട്ടും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയായിരുന്നു, അവിടെയും കോൺഗ്രസ് തോറ്റു. നേരെ മറിച്ച് അവർക്ക് വിജയം പറയുവാനുള്ളത് ജമ്മു കാശ്മീരിലാണുള്ളത്, ജാർഖണ്ഡിലാണുള്ളത്. അവിടെ രണ്ടിടത്തും കോൺഗ്രസ് അല്ല നേതൃത്വം നൽകുന്നത്, പകരം നാഷണൽ കോൺഫറൻസ് ഇപ്പുറത്ത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്, പെട്ടെന്ന് പേര് JMM ആണ് അവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ റിലവൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിലവൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി റിലവൻസ് വരും, അത് കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പൊളിറ്റിക്കലായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിനകത്ത് അത്തരത്തിലുള്ള കോൺഫിഡൻസ് കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അവരാകെ എന്തെങ്കിലും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർലമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും. ഈ പടം വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഡെഫിനിഷൻ, അദ്ദേഹത്തെ ആരാണ് പഠിപ്പിക്കുന്നത് നോക്കൂ, വടി കൊടുത്ത് അടി വാങ്ങി ഭരണഘടനാ ചർച്ച നടത്തിച്ചു. പക്ഷേ അതിൽ ഏറ്റവും വലിയ ക്ഷീണം വന്നത് കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസിന്റെ കൂടെ ആരും തന്നെ നിൽക്കാനും തയ്യാറായില്ല. അത് മടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടും പാർലമെന്റ് സമ്മേളനം കൂടുമ്പോഴെല്ലാം അത് തന്നെയാണ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ വടി കൊടുക്കുന്നു, അവർ തന്നെ അടി വാങ്ങുന്നു. ഇതൊരു സ്ഥിരം പാറ്റേൺ ആയിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിന് മാത്രം അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും അതൊരു സ്ഥിരം പ്രോസസ്സ് തന്നെയാണ്. ഇവർ വന്നിട്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും, മോദിജിക്കെതിരെ വലിയൊരു ഇതായിട്ട് വരും. അദ്ദേഹം അവസാന ദിവസം വരെ തിരിച്ചൊരു അദ്ദേഹത്തിൻ്റെതായ 1.5 മണിക്കൂർ സ്പീച്ച് കഴിയുന്നതോടുകൂടി പിന്നെ രാഹുൽ ഗാന്ധിയെയും കാണില്ല, കോൺഗ്രസിനെയും കാണില്ല, അവിടെ ഉള്ള വിരലിലുണ്ടാവുന്ന MPമാരെയും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർലമെൻറ്റ് ഹൗസ് പോകുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കളും നിൽക്കുകയും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവരുടെ റോള് നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സഖ്യകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രാദേശികമായിട്ട് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ചെലവിൽ ഇവർക്ക് എന്തിനാണ് 5 MLAമാരെ ഉണ്ടായി കൊടുക്കുന്നത്, 10 MLAമാരെ ഉണ്ടായി കൊടുക്കുന്നത്, അതുകൂടി ഞങ്ങളുടെ പാർട്ടിക്ക് തന്നെ പോരെ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ഈ സഖ്യകക്ഷികൾ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു പോകുന്നു. കേരളത്തിലെ മുസ്ലിം ലീഗും കാണിക്കാൻ പോകുന്ന ഒരു നിലപാട് അത് തന്നെയായിരിക്കും ഒരുപക്ഷെ.